ദൈവദാസനെ എല്ലാ മാസത്തിന്റെയും 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി, 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി എനിക്കൊരു ഫോൺ കോൾ വരും. പാസ്റ്റർ ഇപ്പോൾ എവിടെ? പാസ്റ്റർ ഇപ്പോൾ എവിടെ? ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ പറഞ്ഞു ഞാനിപ്പോ എവിടെ ഇല്ല, കടമ്പനാടാണ്. കടമ്പനാട് എന്ന് പറഞ്ഞാൽ അടൂര്. സ്തോത്രം. ഞാൻ ഒന്നാവണം വിളിക്കാം, എനിക്കറിയാം എന്തിനെ വിളിക്കുന്നെന്ന്. സ്തോത്രം. ഞാൻ ഇരിങ്ങാലക്കുടയിൽ വന്നോണ്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇരിങ്ങാലക്കുട ടൗണിൽ ഒരു ബാങ്കുണ്ട്, ആ ബാങ്കിന്റെ ഫ്രണ്ടിലുണ്ട്, സ്ഥിരം അവിടുത്തെ സെക്യൂരിറ്റിയാണ്. അവൻ എന്തിനാണെന്നറിയാമോ? ചെന്നാ ഉടനെ സ്തോത്രം ആദ്യം കൈ തരും. ആ കൈക്കകത്ത് ഈ മാസം ഉണ്ടായിരുന്നു 1700 രൂപ, ചിലപ്പോൾ 2000 രൂപ. ഞാൻ ഒരിക്കൽ കാരനോട് ചോദിച്ചു, കേട്ടേക്ക ഒരു സെക്യൂരിറ്റിക്ക് ഇത്രയും വരുമാനമില്ലല്ലോ. എന്നോട് ഒരു പാസ്റ്റർ, എന്റെ ദശാംശമല്ല, എന്റെ ഓഹരിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ നിനക്ക് എത്ര മടി? എന്റെ ദൈവത്തെ ആരാധിക്കാൻ നിനക്ക് എത്ര മടി? ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിച്ച വിടുതൽ മാത്രം ഓർത്താൽ മതി, നിന്നെ കൊണ്ടുവന്ന വഴികൾ മാത്രം ഓർത്താൽ മതി. അവൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ആഴമായി ഇടപെടുന്നുണ്ട്. അവൻ വിടുവിച്ച വിടുതൽ ഓർത്ത്, നൽകിയ നന്മയോർത്ത്, വന്ന വഴികളെ തിരിഞ്ഞു നോക്കി, ആദരങ്ങളെ തുറന്ന് പരിസരം കരം കെട്ടി ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിച്ച് വിടുതൽ കിട്ടി രക്ഷിക്കപ്പെട്ടു. 3 ദിവസം ഇതുപോലെ ഫാസ്റ്റിംഗ് ഇരുന്നു. ശനിയാഴ്ച രാത്രിയിൽ ദൈവം ആത്മാവിൽ നിറച്ചു, അന്യഭാഷയിൽ നിറച്ചു. ഞായറാഴ്ച രാവിലെ സ്നാനം ക്രമീകരിച്ചു. ഇരിങ്ങാലക്കുടയിൽ സ്നാനം നടത്തിയാൽ പ്രകമ്പനം കൊള്ളുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തൃശ്ശൂര് കൊട്ടക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അവിടെ വെച്ചാൽ സ്നാനം ക്രമീകരിച്ചത്. അപ്പൊ ഞാൻ രാവിലെ പറഞ്ഞു, ചേട്ടാ സഹോദരിയോടൊന്ന് പറഞ്ഞേര്, ചിലപ്പോൾ ഇത് കാണുമ്പോഴെങ്കിലും ഒരു മാറ്റം. സ്വതന്ത്രം പുള്ളിക്കാർ വളരെ ബുദ്ധിമതിയായിരുന്നു. പുള്ളിയുടെ ആംഗ്ലമാരൊക്കെ നല്ല കറ നിറഞ്ഞിട്ട് ഞങ്ങൾ സ്നാനക്കടവിൽ നിന്ന് പാട്ടുപാടി ആരും വന്നില്ല. ചന്ദ്രന്റെ മുറിക്കകത്തേക്ക് കൂട്ടി ബൈബിൾ വെച്ച് ഇന്നും ബൈബിളും കൊണ്ടിറങ്ങുമ്പോൾ മാപ്പിള പോവുക. അതാ ഈ ആരാധനയ്ക്കകത്ത് തീ വെളിപ്പെടുന്നേ. ആ സ്തോത്രത്തിന്റെ ശക്തി വർദ്ധിക്കുന്നതിന്റെ കാരണം അതാണ്. ഇന്നും നിൽക്കുന്നത് തീക്കകത്താണ് കേട്ടോ. ഇന്നും നിന്നെ തിരക്ക് സ്തോത്ര പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്കിപ്പോ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആമേ സ്തോത്രം നമ്മുടെ ആരാധനയുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേ കഷ്ടങ്ങളിലൂടെ പോകുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, ആമേ വേദനയിലൂടെ പോകുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, അവരുടെ ആരാധനയ്ക്കകത്തൊരു ജീവനുണ്ട്, അവരുടെ പ്രാർത്ഥനയ്ക്കകത്തൊരു ജീവനുണ്ട്. ഞാൻ മടങ്ങി വരട്ടെ. 30-ലധികം പ്രിയപ്പെട്ടവരെ സ്ഥാനപ്പെടുത്തി ഒരു സഭയായി കണ്ടിട്ടാണ് ഞാൻ ട്രാൻസ്ഫർ ആകുന്നത്. 3-6 വർഷം കഴിഞ്ഞപ്പോൾ 30-ന്റെ 0 പോയുള്ളൂ. 2 ഉപദേശിമാർ വന്നു പോയപ്പോൾ 0 പോയി. ബാക്കി എത്ര ഉണ്ടാകും? ചാർജ് എടുത്തപ്പോൾ 30, പോകാൻ നേരത്ത് ഉപദേശിമാരായിട്ട് പണം വരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങളെ IPC തൃശ്ശൂർ ഡിസ്ട്രിക്ട് തീരുമാനിച്ചു, ഈ 3 പേർക്ക് ഇനി ഒരു പാസ്റ്റർ, നടക്കാൻ പണവും കിട്ടും, പോകാൻ പാസ്റ്ററും. അപ്പോൾ ഡിസ്ട്രിക്ട് കമ്മിറ്റി തീരുമാനിച്ചു ആ 3 പേരെ ഈ പറഞ്ഞ കക്ഷിക്കാരുടെ അത് വേറെ അനുഭവം. അടുത്ത 10 കിലോമീറ്റർ അപ്പുറത്തൊരു സഭയുണ്ട് കുരിശില്. അവർക്ക് താല്പര്യമാണെങ്കിൽ അങ്ങോട്ടും മർജ് ചെയ്ത് ഈ വേല ഇവിടെ എന്ത് ചെയ്യാം. ഞാൻ ദുബൈയിൽ വിസിറ്റിനായി ശുശ്രൂഷയ്ക്കായി പോയ സമയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നെ തലേ രാത്രി വിളിച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങനെക്കൂടെ വേല അവസാനിപ്പിക്കാൻ സർവ്വ തീരുമാനിച്ചു. രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. വില കൊടുത്ത് പട്ടിണി കിടന്ന് പണം മുഴുവൻ ചെലവിട്ട് അധ്വാനിച്ച് വേല
വേല ആരംഭിച്ച ഒരു ദൈവദാസന് മാത്രമേ ആത്മാക്കളെ കുറിച്ചൊരു ഭാരം ഉണ്ടാകത്തുള്ളൂ. ഒന്ന് പ്രസവിച്ച തള്ള മാത്രമേ പറയത്തുള്ളൂ കുഞ്ഞിനെ കുടിക്കണ്ട. ഒരാത്മാവ് നഷ്ടപ്പെടുമ്പോൾ ചങ്ക് വേദനിക്കുന്ന അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അവന് മടങ്ങി വരട്ടെ. അവൻ എന്റെ പ്രിയപ്പെട്ടവൾ ഇത് പറഞ്ഞു. ഇല്ലേ, അന്ന് രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെട്ടു. രാവിലെ 11 മണിയായിട്ടും ഞാൻ എന്റെ റൂം വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. കിടക്കയിൽ തന്നെ ഉണർന്നു കിടക്കുകയാണ്. 11 മണിയോട് അടുക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം എന്റെ കാതിൽ ഞാൻ കേട്ടു. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിലൊരു വാക്യമാണ്, പോകാം, ആ പട്ടണത്തെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ബലവാനും വീരനുമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. ആ ജനതയെ ഘട്ടഘട്ടമായി നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയും. അവൻ ദൈവങ്ങളെ ചാടി എഴുന്നേറ്റു. അവൻ നല്ല കൃഷി ചെയ്തു. ഞാൻ എന്റെ സെൻട്രൽ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ആ ട്രാൻസ്ഫർ തന്നെ ഇരിങ്ങാലക്കുടയിലേക്ക് വെക്കണമെന്ന് പറഞ്ഞു. ചോദിച്ചു, ബ്രദർ ഇനി അവിടെ പട്ടിണി കിടക്കാൻ പോകണോ? നമുക്ക് വേറെ അവസരം. ഞാൻ പറഞ്ഞില്ല. ആമേ സ്തോത്രം, എന്നെ അവിടേക്ക് വെക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, എന്റെ പ്രിയതേ, ആമേ ഞാൻ മടങ്ങി ഇരിങ്ങാലക്കുടയിലേക്ക് വരുമ്പോൾ എന്റെ മുൻപിൽ ഇരിക്കാൻ ഈ 3 പേരുമില്ല. ആ ഞായറാഴ്ച വരും എന്നോട് പറയാതെ 3 പേരും കൂടെ എവിടെയോ കല്യാണത്തിന് പൊക്കളാണ്. പറയാനത് ഗുണമായി. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തൊട്ടടുത്തുള്ള ചർച്ചക്കൂടിൽ ആരാധിക്ക് പോയത്. സ്വത്രം 3 പിള്ളാരെയും എന്റെ ഭാര്യയും വെച്ചുകൊണ്ട് രാവിലെ 10 മണിക്ക് പ്രാർത്ഥന ആരംഭിച്ചു. 1 മണി വരെ ആശ്വാദം പറയുന്നത് വരെ സഭായോഗം നടന്ന ദൈവദാസനെ 100-ലധികം കുടുംബങ്ങളുള്ള ഒരു സഭയുടെ പാസ്റ്റർ പിറ്റേ ഞായറാഴ്ച ആരാധന നടത്തിയത് 3 കുഞ്ഞുങ്ങളെ മുൻപിൽ വെച്ചുകൊണ്ട്. അന്ന് ചങ്ക് പൊടിഞ്ഞതുപോലെ, അന്ന് കണ്ണ് നനഞ്ഞതുപോലെ, ചങ്ക് തകർന്നതുപോലെ പിന്നീട് തകർന്നിട്ടില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് വാ വിട്ട് കരഞ്ഞു, കർത്താവേ, ഇതിനാണോ ഈ പട്ടണത്തിലേക്ക് നീ എന്നെ കൊണ്ടുവന്നത്? എന്റെ പ്രിയരെ, പിറ്റേ ആഴ്ച ആത്മാക്കളെ ദൈവം തരാൻ തുടങ്ങി. ആ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് 10 സെന്റ് സ്ഥലം ദൈവം തന്നു. അവന് അതിനകത്തൊരു ഓട് വീട് ദൈവം തന്നു. ഇതുപോലെ ആത്മാക്കൾ കൂടി വന്നപ്പോൾ ഭിത്തികളുടെ എണ്ണമെല്ലാം കുറഞ്ഞു. അകത്ത് 6 തൂണിന്മേലായി. ജ്ഞാനമായവൻ വീട് വളർന്നപ്പോൾ ആ വീടിന് എത്ര തൂണാ പാസ്റ്റേ? 7 തൂണ്. ഞങ്ങളുടെ ചർച്ചിന് 6 തൂണ്. ഏച്ചു വെച്ചായതുകൊണ്ട് മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല. അവൻ ഷീറ്റ് വലിച്ചു കെട്ടി ഞാനും എന്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളും കിടക്കില്ല. അവൻ ഇതിനകത്ത് നിറഞ്ഞ് ഒരാളുടെ മടിയിലാണ് വേറാണ് കയറിയിരിക്കുന്നത്. വരുന്ന എല്ലാ മാസത്തെയും ദൈവദാസന്മാർ പറയും, മകന് ഇവിടെ ബഹുനില കെട്ടിട ഉയരും. അത് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞു തന്നെ. ഇവിടെ ബഹുനില കെട്ടിട ഉയരും. 2014 ഡിസംബറിനോട് അടുക്കുമ്പോൾ വാസ പ്രാർത്ഥനയിൽ ഞാൻ കേട്ട ദൂത പ്രവചന ശബ്ദം, ഇവിടെ ബഹുനില കെട്ടിട ഉയരും. 17-ാമത്തെ വയസ്സിൽ പുസ്തകം കൊണ്ടിറങ്ങിയപ്പോൾ എന്റെ ജീവിതത്തിന്റെ പ്രതിഷ്ഠയായിരുന്നു, പട്ടിണി കിടന്നാലും മരിക്കേണ്ടി വന്നാലും ഒരു മനുഷ്യനോട് ഒരാവശ്യം പറയരുത്. ഞാൻ അവിടെ നിന്നോട് ദൈവത്തോട് ചോദിച്ച, ദൈവമേ ദൂതേ ഉള്ളോ? ഇതിനൊരു മറുപടി ഇല്ലേ? എല്ലാ മാസവും ഇത് കേട്ടോണ്ടിരുന്നോണ്ട് വല്ല കാര്യം നടക്കുമോ? ചോദിച്ചു, ദൂതേ ഉള്ളോ? ഇതിനൊരു മറുപടി ഇല്ലേ? ഞാൻ എന്നോട് തന്നെ പറയുന്നതൊക്കെ സൂക്ഷിച്ചു പറഞ്ഞോണം. ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, ആരെങ്കിലും കൊണ്ടുവന്നൊരു 10 ലക്ഷം രൂപ തന്നിരുന്നെങ്കിൽ അതൊരു അടയാളമായി കണ്ട് ഇത് പൊളിച്ച് ജനുവരിയിൽ പണി തുടങ്ങാമായിരുന്നു എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരും കേട്ടില്ല. ഡിസംബർ തീരാൻ തുടങ്ങുന്ന ജനുവരി ആരംഭിക്കാൻ തുടങ്ങുന്നു. ഞാൻ സൗദി അറേബ്യയിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. കോഴഞ്ചേരിക്കാരനായ ഒരു അങ്കിൾ കുടുംബം ചാലക്കുടി വരെ വന്നതാണ്. അവിടെ വന്നപ്പോൾ അവർക്കൊരു തോന്നല്, ഇരിങ്ങാലക്കുട അധികം ദൂരമല്ലല്ലോ, മാത്യു പാസ്റ്ററിനൊന്ന് കണ്ടിട്ട് പോകാം, കാർഷികനുസരിച്ച്. ആമേൻ സ്വത്രം എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. ഞങ്ങളൊന്നിച്ച് ആമേൻ വർത്തമാനമൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ വണ്ടിയിലോട്ട് കാലെടുത്ത് വെച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ കയറാൻ ഒരുങ്ങുന്നു. ഞാനും എന്റെ ഭാര്യ താഴെ നിൽക്കുന്നു. ആ വെച്ചകാലം പുറമോട്ട് ഇറക്കി വെച്ചിട്ട് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, പാസ്റ്റർക്ക് എന്താ ആഗ്രഹം? ഞാൻ പറഞ്ഞു, എനിക്കൊരാഗ്രഹവുമില്ല. സ്വതന്ത്രം പറഞ്ഞില്ല. ദൈവം എന്നോട് പറയുന്നു, പാസ്റ്റർ ഹെൽപ്പ് ചെയ്യണമെന്ന്. എന്റെ പ്രിയരേഖ പറയട്ടെ, അത് ഞാൻ പറഞ്ഞ ചാകരാണെങ്കിൽ ഇവിടെ ബഹുനില കെട്ടുന്ന ഉയരുമെന്നാ ദൈവാത്മാവ് പറഞ്ഞത്. സ്വതന്ത്രം ദൈവം പറഞ്ഞ് ബഹുനിലയായാലും കൊള്ളാം, താഴ്ന്ന നിലയായാലും കൊള്ളാം, ഞാനൊരു 10 ലക്ഷം രൂപ തരികയെന്ന് പറഞ്ഞു. എന്റെ ദൈവദാസനെ 25 ചോദിച്ചിട്ടില്ലോ എന്നുള്ള കുറ്റബോധത്തിലാണ്. ഇന്ന് പകൽക്കാല ദൈവാത്മാ ഭൂതിയെന്ന് പറയാം. ദൈവശബ്ദത്തിന്റെ മുക്തി കൊണ്ടടക്കരുത്. ദൈവത്തിന്റെ വാക്തത്വത്തിന് നിന്റെ മുക്തി കൊണ്ടടക്കരുത്. ദൈവം നിന്നെ
ജനുവരിയിൽ കംപ്ലീറ്റ് പൊളിച്ചു. റോഡ് ലെവലും മണ്ണെടുത്തു. ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറി. വിശ്വാസത്താൽ അടുത്തറയിട്ട് പണി. 4 നില ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ ഇട്ടു. വിശ്വാസം പറഞ്ഞല്ലോ തുടങ്ങിയ ഒരിടത്തും പിരിവിന് നടന്നില്ല. മുഴങ്കാലിലിരുന്നു. 7 മാസം കൊണ്ട് 1-ാം ഘട്ടം തീർന്നു. 9 മാസം കൊണ്ട് ഫിനിഷിംഗ് കഴിഞ്ഞു. 500 പേർക്ക് ഇരിക്കാവുന്ന മനോഹരമായ ഒരു ഹോള്. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തിനാ പാസ്റ്റർ പറയാം, എത്തിക്കുമെന്ന് പറഞ്ഞത് ദൈവമാണെങ്കിൽ, കഴിവെന്ന് പറഞ്ഞത് ദൈവമാണെങ്കിൽ, ദൂതിന്റെ 1-ാം ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. 23:11 വായിക്കണ്ട. രാത്രിയിൽ കർത്താവ് തന്നെ അടുക്കണം. വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴാ വന്നേ? അതൊക്കെ മണിക്കൂറുകൾ പ്രസംഗിക്കേണ്ട കേസാണ്. ഞാനങ്ങ് വിടുകയാണ്. നമ്മളൊക്കെ രാത്രി കൂർക്കം വലിച്ചെന്ത് ചെയ്യുക? പൗലോസിന്റെ രാത്രി പ്രാർത്ഥനയുടെ സ്തോത്രം. കർത്താവ് തന്നെ മുൻപിൽ നിന്നൊരു വാഴ്ത്തത്വം, ഒരു അരുളപ്പാട് കൈമാറുകയാണ്. എന്താ അരുളപ്പാട്? നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും ഇത് പറഞ്ഞു പോയി. എന്നെ അത്ഭുതപ്പെടുത്തിയ 1-ാമത്തെ ദൂത് അതാണ്. 12-ാം വാക്യം. നേരം പുലരുമ്പോൾ 40-ലധികം യഹൂദന്മാർ കഠിന ശപഥം ചെയ്ത് പൗലോസിനെ കൊന്നിട്ടല്ലാതെ ഞങ്ങൾ വെള്ളം പോലും എന്റെ ചോദ്യച്ചാൽ റോമിൽ നിർത്താം എന്ന് പറഞ്ഞ കർത്താവിനെ ഒരു വാക്യം കൂടെ കടന്നു. നീ റോമിൽ നിൽക്കും എങ്കിലും 40 പേര് നിന്നെ കൊല്ലാൻ പുറത്തുനിന്ന് ഒരു വാക്കൂടെ പറയാൻ കർത്താവിന് അറിയത്തില്ലേ? സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാം. പക്ഷേ വാഗ്ദത്തമേ അരുളപ്പാടെ പറഞ്ഞു. അതിന്റെ പിന്നിലെ കഷ്ടതകളുടെ മറച്ചു വെച്ചു. നേരെ പുലരുമ്പോൾ 40 പേര് കൊല്ലാനിരിക്കുന്ന കാര്യം കർത്താവ് പറഞ്ഞില്ല. പക്ഷെ ഇന്ന് പറയാം, അരുളപ്പാടിന്റെ പിന്നിൽ എത്ര വലിയ സൈന്യം നിനക്കെതിരെ വന്നാലും, എത്ര വലിയ പോരാട്ടങ്ങൾ ശത്രു അടിച്ചു വിട്ടാലും, എത്ര വലിയ പ്രതികൂലങ്ങൾ നിന്റെ മുന്നിൽ വന്നാലും അവന് വാഗ്ദത്തമുള്ളവരെ അവിടെ എത്തിക്കാം. അവൻ ശക്തിയുള്ള എന്റെ പ്രാർത്ഥന ദൈവനെ ബലപ്പെടുത്തിയ വെളിപ്പാടാണ് ഞാൻ പറയുന്നത്. അരുളപ്പാടെ കർത്താവ് കൈമാറുകയുള്ളൂ. ആ അരുളപ്പാടിന്റെ പുറകിൽ വരുന്ന സകല കഷ്ടതകളും കർത്താവ് മറച്ചു വെക്കും. പക്ഷേ ആ കഷ്ടതകളെ തരണം ചെയ്ത് ഓരോ ദിവസവും കൃപമേ, അവൻ കൃപ പകരുന്ന ദൈവമാണ്. ഞാനൊന്ന് തെളിയിച്ചു തരാം. 5 പോയിന്റുകൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ദൂത് മറക്കരുത്. അരുളപ്പാടെ പറയുകയുള്ളൂ,
അതിന്റെ പിന്നിലെ കഷ്ടതകൾ പറയുന്നില്ല, മറച്ചു കൊടുക്കും. പക്ഷെ ആ കഷ്ടതയെ തരണം ചെയ്യാനുള്ള കൃപ ഞാൻ ഇവിടെ പ്രഥമമായി കൊണ്ടുവരുന്നത് മോശയാണ്. അടുക്കലെന്ന് പറയാം. നമുക്ക് ദേവദാസനൊക്കെ ഇവിടെ പറഞ്ഞു, മോശ മിസ്രൈമിലേക്ക് പോവുകയാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടെ ചെന്ന് മോശയ്ക്ക് പ്രസംഗിക്കാൻ 2 സബ്ജക്റ്റേ ഉള്ളൂ. ദൈവം തന്ന ചില മെസ്സേജ് എത്ര വർഷം പ്രസംഗിച്ചാലും അതിന്റെ ടേസ്റ്റ് പോട്ടെ. ഫറവോനോട് പറയുന്നത് എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ അതവിടെ നിൽക്കട്ടെ. ഇസ്രായേലിനോട് എന്താ പറഞ്ഞേ? ഞാൻ വന്നതേ നിങ്ങളെല്ലാവരെയും പാലും തേനും ഒഴുകുന്ന വാഗ്ദത്തം ദേശത്തേക്ക് ഉറക്കെ പറഞ്ഞു. എന്തൊക്കെ പറയുമ്പോൾ തന്നെ ക്ഷീണം മാറും. പാലും പണ്ട് ഭാഷ എന്റെ സഭയോട് പ്രസംഗിച്ചാൽ പറഞ്ഞു, ഇറങ്ങിയപ്പോൾ പാലും തേനുമായിരുന്നു, ഇപ്പൊ മാലിന്യം തേനുമാണ്. എനിക്കെന്നെ സ്ട്രൈക്ക് ചെയ്തത്. ഇറങ്ങിയപ്പോൾ കൽക്കണ്ടമാണ്, ഇപ്പൊ കല്ലും കണ്ടോളാണ്. സ്വന്തം ഓട്ടോ ഒന്ന് പറഞ്ഞേ, പാലും തേനും. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത് കേട്ടാൽ ആരാ ചാടി ഇറങ്ങാത്ത? ഇറച്ചിക്കലങ്ങളുടെ അടുക്കലിരുന്ന് മണം പിടിക്കുന്ന ഗതികേടാണ്. ഇറച്ചി കഴിച്ചെന്നവർ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലായിരുന്നു വെച്ചാൽ അടുക്കലിരുന്ന് മണം പിടിക്കാനുള്ള യോഗം ആമ്പിള്ളാർ കഴിക്കും. ഇവനെന്ത് ചെയ്യും? ഇങ്ങനെ ഇരിക്കുന്ന ഒരു പുള്ളിയോട് ഓഫർ കൊടുക്കുന്നത് പാലും. മേലുകീഴ് ചിന്തിക്കാതെ സകല എണ്ണം എടുത്ത് ചെയ്യും. ചാടിയവരോടല്ലെന്ന് ചോദ്യം, ചാടിച്ചവരോടാണ്. ആ ഉപദേശി ഇവരെ കൊണ്ട് എങ്ങോട്ടാ? ഉപദേശിക്ക് ഒരു സംശയവും ശങ്കയില്ലാതെ പറയും പാലും. ഇതാര് പറഞ്ഞു? അതെ, ഈ തീയുടെ നടുകെ തേജോമയനായ ദൈവം കൊടുക്കട്ടെ എന്നോട് ഡയറക്റ്റ് പറഞ്ഞ ഒരു വാഗ്ദത്തമായിരുന്നു. പ്രവാചകൻ പറഞ്ഞതല്ല, ഒരു പ്രവാചകൻ പറഞ്ഞതല്ല, ഞാൻ കടന്നപ്പോ സ്വപ്നം കണ്ടതല്ല, അശ്ലീലി ശബ്ദം കേട്ടതല്ല. ആമേ തീയുടെ നടുവിൽ ആമേ സ്വന്തം തേജോമയനായ ദൈവം ആമേ എന്നോട് ഡയറക്റ്റ് പറഞ്ഞ വെളിപ്പാടാണ്, ഡയറക്റ്റ് പറഞ്ഞ വാഗ്ദത്തമാണ്, ഡയറക്റ്റ് പറഞ്ഞ അരുളപ്പാടാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഈ തേജോമയനായ ദൈവം ഈ യാത്രയിൽ ഒരു ചെങ്കടലുണ്ടെന്ന് പറഞ്ഞു. ഈ യാത്രയ്ക്ക് 40 വർഷത്തെ ദൈർഘ്യമുണ്ടെന്ന് പറഞ്ഞോ. ഈ യാത്രയിൽ 3 ദിവസം വെള്ളം കിട്ടാതെ ദാഹം കൊണ്ട് വരും. കുടിക്കുന്ന വെള്ളം കൈപ്പുള്ള വെള്ളമാണെന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ ഈ യാത്രയിൽ കരകവിഞ്ഞൊഴുകുന്ന ഒരു മരണയോദ്ധാനുണ്ടെന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ ഭാരത്തെ ഒഴുകുന്ന നാട്ടിൽ അങ്ങനെ അനാഥ്യം മല്ലന്മാരുണ്ടെന്ന് ദൈവം പറഞ്ഞു. മോശ പറയേണ്ട ദൈവദാസനെ, ഇതൊന്നും ദൈവം എന്നോട് പറഞ്ഞില്ല. ഭാരത്തെ ഒഴുകുന്ന നാട്ടിൽ എന്നെ കൊണ്ടെത്തിക്കാമെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ഒന്നെനിക്കറിയാം, ചെങ്കടലിൽ വഴി തുറന്നവരെ
എന്നോട് സംസാരിച്ച വെളിപ്പാട് അവൻ വാഗ്ദത്തമേ കൈമാറുകയുള്ളൂ. അതിന്റെ പിന്നിലെ കഷ്ടതകളെല്ലാം തീർന്നു പോകാൻ, മരുഭൂമിക്ക് വളമായി പോകാൻ അവൻ അനുവദിക്കത്തില്ല. വാഗ്ദത്തം കേട്ട ദൈവത്തിന്റെ പൈതലേ, ഏത് മല്ലന്മാർ നിനക്കെതിരെ നിന്നാലും അവരുടെ പാദം ഇടമാക്കാൻ കഴിവുള്ളവരെയാണ്. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുവനും നിന്റെ നേരെ നിൽക്കത്തില്ലെന്ന ദൈവമാണ് നിങ്ങളുടെ ഭാരതത്തിൽ അഭിഷേകത്തെ നീ ധൈര്യപ്പെടണം. ഞാനിവിടെ ജോസഫിനെ ഹാജരാക്കില്ലേ. ജോസഫിനോട് ചോദിക്കാൻ ജോസഫ് അതിന്റെ പ്രശ്നം ആരംഭിച്ചത് പ്രോബ്ലം തുടങ്ങി. 17-ാമത്തെ വയസ്സിൽ രണ്ട് സ്വപ്നം പറഞ്ഞേ. 17-ാമത്തെ വയസ്സിൽ അപ്പം വേലയ്ക്ക് ഇറങ്ങാനും സ്വപ്നം കാണാനും നല്ല പ്രായം. ആദ്യത്തെ സ്വപ്നം എന്താ? ചാച്ചന്മാർ നമ്മുടെ വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യോസേഫിന്റെ കറ്റ, ചാച്ചന്മാരുടെ കറ്റയല്ല. ഞാൻ 1000കണക്കിന് ഏക്കർ നെൽപ്പാടമുള്ള നാട്ടിൽ നിന്ന് ജനിച്ചു വളർന്നു വന്നവനാണ്. കുട്ടനാട്, ഒറിജിനൽ കുട്ടനാടാണ്. ഞാൻ എൻ്റെ നാട്ടിൽ ഇന്ന് വരെ പോയ ഒരു രാജ്യത്ത് കടവെട്ടിയ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിന് സമാനമായ വെളിപ്പാട് യോഹന്നാൻ കണ്ടു. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ ലോകത്തിൽ എവിടെങ്കിലും ഒരു കുഞ്ഞാടിനെ അറുത്താൽ ആ കുഞ്ഞാട് എഴുന്നേറ്റിരിക്കുമോ? ഈ കറ്റയുടെ പ്രത്യേകത, ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത, കട വെട്ടിയാലും കഴുത്ത് വെട്ടിയാലും എഴുന്നേറ്റ്. ആരോടൊക്കെ പ്രവചന ശബ്ദമായത്. നിന്റെ അടിവേര് ചേർത്ത് വെട്ടിയില്ലേ? നിന്റെ ജീവിതത്തിൽ ഇനിയും നീ വെളിച്ചം കാണത്തില്ല, ശുശ്രൂഷയിൽ നിൽക്കത്തില്ല, അവൻ നന്മ അനുഭവിക്കത്തില്ല, ഇനിയും നീ ഭക്ഷണത്തിൽ കാണത്തില്ല. അവൻ അടിവേര് ചേർത്ത് വെട്ടിയ അവൻ ഉന്നതന്മാരുണ്ട് പേരെ എന്റെ മകന്മാർ ദൈവമാ ദൂതന്മാരില്ല. അവൻ കട വെട്ടിയാലും കഴുത്ത് വെട്ടിയാലും നിന്നെ വിളിച്ചത് ദൈവമാണെങ്കിൽ, അവൻ സ്വപ്നം ദൈവമാണെങ്കിൽ അവൻ ആ പ്രതികൂലത്തെ തരണം ചെയ്യാം. അവൻ അഭിഷേകം വരുവാനോ. ചേട്ടന്മാരോട് ഈ സ്വപ്നം എന്ത് ചെയ്തു? ഓക്കെ, സ്വപ്നം വ്യാഖ്യാനിച്ചതായ യോസേഫ് സ്വപ്നമേ കണ്ടുള്ളൂ. സ്വപ്നം വ്യാഖ്യാനിച്ചതായ ചേട്ടന്മാര. അവര് ഞങ്ങൾ നിന്നെ, നീ ഞങ്ങളുടെ മേൽ വാഴുമോ, നീ രാജാവോ? എല്ലോ വ്യാഖ്യാനവരോ? ഇതുവല്ല യോസേഫ് പറയുന്നത്. പറഞ്ഞാ അപ്പൊ നമ്മൾ സ്വപ്നം കണ്ടാൽ മതി, ചേട്ടന്മാർ എന്ത് ചെയ്തു കൊടുക്കും? പെന്തക്കോസുകാരെ പോലെ വ്യാഖ്യാനപരമുള്ളവരാണ് ഈ ഉലകത്തിൽ വേറെ ആരുമില്ല. ദൈവം പോലും വിചാരിക്കാത്ത വ്യാഖ്യാനമാണ് നമ്മുടെ ആൾക്കാരെ. പണ്ട് നമുക്ക് സഭായോഗത്തിന് സാക്ഷ്യം പറഞ്ഞ സമയം തികയത്തില്ല. കാരണം ഒരു സാക്ഷി ഇപ്പോഴൊക്കെ പാർശ്വ നിന്ന് ലേലം വിളിക്കാം. ഇനി ആരുണ്ട്? ആരും ഇല്ലാഞ്ഞിട്ടല്ല, എഴുന്നേറ്റ് നിന്ന് അബദ്ധത്തിൽ വല്ലതും പറഞ്ഞു പോയാൽ അടിമാലി പട്ടണം മുഴുവൻ എന്ത് ചെയ്യും? ഏഷ്യാനെറ്റിൽ ഇടുന്നതിനേക്കാൾ കഷ്ടം. പിന്നെ ആയിഷ് പുറത്തോട്ട് ഇറങ്ങിയാൽ ഇടങ്ങി. പ്രത്യേക വരമുള്ള ചില സൗകര്യന്മാർ. ഏത് വരവാ? 33 വർഷമായി കേട്ട് അതുകൊണ്ടിപ്പം പ്രാർത്ഥനാ വിഷയം പോലും എന്ത് ചെയ്യത്തില്ല.
പിന്നെ അഥവാ അങ്ങ് വേദന സഹിക്കാൻ വയ്യ പറയും അൺസ്പോക്കൺ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ നിന്നോട് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വിഷയം എനിക്കൊണ്ട് വേണേൽ എന്ത് ചെയ്യണം. ഇപ്പൊ പ്രയർ ലൈൻ ഒക്കെ കയറിട്ട് പറയും അൺസ്പോക്കൺ പ്രാർത്ഥന വിഷയം പറയത്തില്ല. കാരണം വിഷയം പറയാൻ പറ്റുകയില്ല. പണ്ടങ്ങനല്ല, വിഷയം കേട്ടാൽ ഏറ്റെടുത്ത് എന്ത് ചെയ്യുമായിരുന്നു. ഇപ്പോഴോ ഇപ്പൊ പിന്നെ നമ്മൾ അതിന്റെ പിണങ്ങി. നാല് തലമുറ പുറകോട്ടിറങ്ങി നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരവുണ്ട്. ഇത് കിട്ടുന്നവർക്കായി സ്വതന്ത്രം. ഇത് ചേട്ടന്മാരാകെ പണങ്ങി. ഞാൻ ഇവിടെ ഒരു കൂടെ പറയാൻ ആത്മാവിനെ ഏൽപ്പിക്കുന്നു. കാണുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ എഴുന്നേൽപ്പിന്റെ സ്വപ്നമേ പറയാം. ചിലര് വാ തുറന്ന വീഴുന്ന സ്വപ്നം. ആന കുത്താൻ വന്നു, പാമ്പ് കൊത്താൻ വന്നു, പറഞ്ഞു വണ്ടി ഇടിക്കാൻ വന്നു, പട്ടി കടിക്കാനിട്ട്. കാണുകയാണെങ്കിൽ ഉയർച്ചയുടെ സ്വപ്നം കാണണം. കാണുകയാണെങ്കിൽ എഴുന്നേൽപ്പിന്റെ സ്വപ്നം കാണണം. കാണുകയാണെങ്കിൽ വളർച്ചയുടെ ദർശനം കാണണം. അഭിഷേകന്മാരെ പരാജയത്തിന്റെ വാക്കല്ല, അവൻ വീണ് കിടക്കുന്ന വാക്കല്ല പറയേണ്ടത്. അവൻ പോറ്റവരും വീണവരും നൂറുകണക്കിന് കണ്ടേക്കാം. പക്ഷേ നീ ക്രിസ്തുവിൽ ജയാളിയാണ്. നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്, നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ പരാജയപ്പെട്ടവരുടെ വീണവരുടെ ചരിത്രമാണ്. ഇന്ന് നമ്മൾ അറിയാതെ നമ്മുടെ ജനത്തിന്റെ ഇടയിൽ ഈ ഒരു നെഗറ്റീവ് സ്പിരിറ്റ് വ്യാപരിച്ചു. വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇത്രയും വ്യാപനം വന്നത് കോവിഡ് വന്നുകൊണ്ടാണ്. കാരണം സകല എണ്ണത്തിന്റെ കയ്യിൽ എന്ത് കയറി. വേറെ ഒരു തൊഴിലുമില്ലല്ലോ. ഇതേ ഇത് മാന്തി മാന്താൻ പാടില്ലാത്തതോടെ എന്ത് ചെയ്യും. കൈകൊള്ളതുകൊണ്ട് ഞാനൊന്നും ഇപ്പൊ പറയുന്നില്ല. ഇത് വാസ്തവത്തിൽ എനിക്കൊരു ബന്ധനമായത്. കാരണം ഒന്നും പൊളിച്ച് പറയാൻ പറ്റില്ല. ഇതെല്ലാം സോഷ്യൽ മീഡിയ പിന്നെ അത്രയും ഭാഗം കട്ട് ചെയ്തു. സ്തോത്രം. ഒന്നും ഇല്ലായിരുന്നേ കുറെ കൂടെ തുറന്ന് പറയായിരുന്നു. ഓട്ടെ സ്തോത്രം. ഈ വഴി കൂടെ കേട്ട് ആരെങ്കിലും വിടുതൽ അനുഭവിക്കുന്നവർ അനുഭവിക്കേണ്ട സ്തോത്രം പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, നീ വീണ് കിടക്കുന്നവരെങ്കിലും നീ നശിച്ചു പോകുന്നവരില്ല. ചേട്ടന്മാരാകെ അങ്ങ് പിണങ്ങി. അപ്പോഴും പിടിച്ചു നിൽക്കാൻ ഗ്രിപ്പ് ഹെൽപ്പ് ആരുണ്ട്? അപ്പനും അമ്മയും. കാരണം ആദ്യത്തെ സ്വപ്നത്തിൽ ആരില്ല, അപ്പനും അമ്മയില്ല. രണ്ടാം സ്വപ്നത്തിനകത്ത് ആരും ഉണ്ട്, സൂര്യനും. അപ്പൊ അവരും പടങ്ങി. അവര് ചോദിച്ചടാ കണ്ടിപ്പോ നീ ഞങ്ങളെ കൊണ്ടും ഞങ്ങളും വന്നു നിന്നെ നീ ഞങ്ങളുടെ ഇവിടെ ഒരു മർമ്മം ഞാൻ പറയാം. അവനവനെ തൊടുന്ന വിഷയം വരുമ്പോൾ അവനവന്റെ സ്വഭാവം, അത് അപ്പനായാലും കൊള്ളാം, അമ്മയായാലും കൊള്ളാം, അത് ചേട്ടന്മാരായാലും കൊള്ളാം, അത് ചേച്ചിമാരായാലും കൊള്ളാം, അത് വിശ്വാസിയായാലും കൊള്ളാം, അത് പാസ്റ്റായാലും കൊള്ളാം, അത് സെൻട്രൽ പാസ്റ്റായാലും കൊള്ളാം. അത് തൊട്ടു നോക്കണം. തനിനിറം അറിയണമെങ്കിൽ തീയതി കുറിപ്പിട്ടിൽ കാണിക്കുന്നതല്ല ആത്മീയത. എല്ലാവരും ചവിട്ടി ധരിക്കപ്പെടുമ്പോൾ, എല്ലാവരും ചെളിവാരി എറിയുമ്പോ, എല്ലാവരും നിന്ദിക്കപ്പെടുമ്പോ, എല്ലാവരും അപമാനിക്കപ്പെടുമ്പോ നീ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നിന്റെ ആത്മീയതയുടെ ആഴങ്ങൾ. ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെ
സഭയിൽ സ്ഥാപിക്കാൻ നമ്മൾ പെടാപ്പാട് പെടുക. വേണ്ട, ദൈവം തന്നതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മിണ്ടാതിരുത്താൽ മതി. ശ്രദ്ധിച്ചേ, എന്റെ ചോദ്യം, സ്വപ്നമാരാണ് ഒരു ശങ്കയില്ല. നമ്മുടെ സ്വപ്നക്കാരോട് 2 പ്രാവശ്യം അടുപ്പിച്ച് ചോദിച്ചാൽ അവർ സംശയം. ദൈവാത്മാവ് തന്നെ. യോസേഫിന് ഒരു ശങ്കയില്ല. ഏത് അർദ്ധരാത്രിയും വിളിച്ചോടത്ത് ചോദിച്ചാലും പറയും ആര് തന്നതാണ്. ഓക്കെ, ഈ തന്ന ദൈവം, അപ്പനും അമ്മയും സഹോദരങ്ങളും നിന്നെ വന്ന് വണങ്ങുമെന്നുള്ള ഈ സ്വപ്നം തന്ന ദൈവം കാരാഗ്രഹം നിന്നെ കാണിച്ചു. മിസ്രൈമി കച്ചവടക്കാരെ നിന്നെ കാണിച്ചു. നിന്നെ കാണിച്ചു. 14 വർഷത്തെ കാരാഗ്രഹവാസം യോസേഫ് നിന്നെ കാണിച്ചു. യോസേഫ് പറയുന്ന ദൈവദാസനെ, ഇതൊന്നും ദൈവം എന്നെ കാണിച്ചില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, കാരാഗ്രഹം കൊണ്ട് ഞാൻ തീർന്നു പോയില്ല. അപമാനം കൊണ്ട് ഞാൻ തീർന്നു പോയില്ല. തൊട്ടക്കിടറോട് ഞാൻ തീർന്നു പോയില്ല. അത് കാലഘട്ടത്തിൽ കഴിഞ്ഞെങ്കിലും എന്റെ ദൈവം തന്ന സ്വപ്നത്തിൽ എന്നെ എത്തിച്ച് എന്റെ അപ്പനും അമ്മയും സഹോദരങ്ങൾ സകലനും വന്നെന്നെ നമസ്കരിച്ചു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചോട്ടെ. അവൻ സ്വപ്നമേ തരികയുള്ളൂ. അതിന്റെ പിന്നിലെ കഷ്ടതകൾ അവൻ മറച്ചു വെക്കും. പക്ഷേ അവൻ പൊട്ടക്കിണർ കൊണ്ട് തീരാ, അപമാനം കൊണ്ട് തീരാ, അപവാദം കൊണ്ട് തീരാ, കാരാഗ്രഹം കൊണ്ട് തീരാ അവൻ അനുവദിക്കത്തില്ല. ഞാൻ എന്റെ പ്രാർത്ഥനാകളിൽ അഭിഷേകനെ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദൈവമേ, പൊട്ടക്കിണറും കാണിക്കണ്ട, മിസ്രൈമിലെ കച്ചവടക്കാര് 14 വർഷത്തെ കാരാഗ്രഹവാസം മിനിമം മിസ്സസ് പൊത്തിഫറിനെങ്കിലും ഒന്ന് കാണിക്കാൻ. ഹലോ, ഞങ്ങള് കണ്ടോട്ടെ. എന്തോ ബോവസിന്റെ കാച്ചോട്ടിൽ ആരെ ഒന്ന് പറഞ്ഞേ സൗകര്യമാരെ. ഇതിൽ കൂടുതൽ എവിഡൻസ് എന്ത് വേണം? എന്ത് തെളിവ് വേണം? ബോവസിന്റെ കാച്ചോട്ടിൽ ആര് കിടപ്പുണ്ട്? പുതപ്പിന്റെ അടിയിൽ ആര് കിടപ്പുണ്ട്? യോ, പിന്നെ യോസേഫിന്റെ അടിവസ്ത്രം ആദ്യം ഇരിപ്പുണ്ട്. ഇതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടി? നമുക്കുള്ള പെന്തക്കോസ്തുകാർക്കുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ ഒരു തെളിവ് വേണ്ട. പിന്നെ നമ്മൾ അതിനൊരു വ്യാഖ്യാനം കൂടെ ചെയ്യും. പക്ഷേ കാറ്റില്ലാതെ ഇല, പിന്നെ ഒരെണ്ണം ഉള്ളത് എനിക്കിവിടെ പറയാൻ കൊള്ളുകയല്ല. പിടികിട്ടിയവർക്കായി സ്തോത്രം. ഞാൻ ചിന്തിക്കേണ്ട ദൈവമേ, ആ തലമുറയിൽ ഞാൻ ജനിക്കാഞ്ഞതിനായി സ്തോത്രം. ആ തലമുറയിൽ നിങ്ങൾ ആരും ജനിക്കാഞ്ഞതിനായി സ്തോത്രം. ആ തലമുറയിൽ വാട്സപ്പ് ഇല്ലാഞ്ഞതിനായി സ്തോത്രം. ആ തലമുറയിൽ ഫേസ്ബുക്ക് ഇല്ലാഞ്ഞതിനായി സ്തോത്രം. ആ തലമുറയിൽ മനസ്സിലാക്കുന്നവരാണെന്ന് പറഞ്ഞു ചാനലുകളൊന്നും ഇല്ലാഞ്ഞതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല് നിന്റെ കണ്ണുകൊണ്ട് കാണാത്തത്, നിന്റെ ചെവി കൊണ്ട് കേൾക്കാത്തത്, വസ്തുനിഷ്ഠമായി നിനക്ക് അറിയാത്തതൊന്ന് അവൻ മറ്റൊരുവന്റെ കുറവ് നീ പരത്താൻ അവൻ നല്ലൊരു ഫോർവേഡില്ല. ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. എത്രയെത്ര അഭിഷക്തന്മാരുടെ പപ്പും തൂവലും പറിച്ചു കളഞ്ഞ് ഒരു മാംസപിണ്ഡമാക്കി വലിച്ചെറിഞ്ഞ് ഉപയോഗശൂന്യമാക്കി വലിച്ചെറിഞ്ഞ് ഒരു ലോകം, പെന്തക്കോസ്ത് ലോകം. ഇന്ന് പകൽക്കാലം ദൈവസഭ മടങ്ങി വരണം. അവൻ ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. ഒരുവൻ വീഴുന്നതോ എഴുന്നേൽക്കുന്നതോ അവന്റെ യജമാനനെ വിളിക്കുന്നു. ഒരൊറ്റ ദൈവമക്കൾ ദൈവദാസന്മാർ മറ്റൊരുവന്റെ കുറവ് ഫോർവേഡ് ചെയ്യരുത്. 4 വചനമായി ആരുടെയൊക്കെയോ ഭക്തന്മാരുടെ കണ്ണുനീര് കണ്ടിട്ട് സർക്കാരിനോട് ദൈവം ഇടപെട്ട് ടെലികോം ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഒരു സമയത്ത് ഇനി 3 or 4 പേർക്ക് എന്ത് ചെയ്തത്. അതുകൊണ്ട് നേരെ വെളുക്കുന്നിടം വരെ 4 പേർക്ക് അയച്ചുകൊണ്ടിരിക്കുക. നിന്നെ തമ്പുരാൻ നടയടി അടിക്കും. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. എടാ, ഉണർന്നിരുന്ന് നീ പ്രാർത്ഥിക്കേ. സഹോദരി, ഉണർന്നിരുന്ന് നീ പ്രാർത്ഥിക്കേ. സഭയിലെ മറ്റൊരാളുടെ കുറവ് പറയാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. അഭിഷേകന്റെ കുറവ് പറഞ്ഞു നടക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം നിനക്ക് നിന്റെ തലമുറയിൽ നിന്റെ കുടുംബത്തിന്
അതിന്റെ പിന്നിൽ കഷ്ടതകൾ ദൈവം ചെയ്യും. എനിക്ക് ഇതിനകത്തിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും വരെയില്ല. അതുകൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കാം. നിങ്ങളെ നന്നായിട്ട് അറിയുന്നവരാണ് പിടിച്ച് പ്രസംഗിക്കുന്നത്. എനിക്ക് തീർത്തല്ല. വീടാന്തരം കയറി ഇറങ്ങി ഞോണയും കൂതിയും പറയരുത്. സൗന്ദര്യ കുറ്റം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തോണം. ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തുന്ന, ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുന്ന അഭിഷേകന്മാരുടെ ചങ്ങ് പൊടിയുന്ന, അവരുടെ കണ്ണ് നിറയുന്ന, അവരുടെ തലമുറയ്ക്ക് ഭാരം വരുത്തുന്ന ഒരു പദത്തിന്റെ അധരങ്ങളിൽ നിന്ന് അവർ പുറത്തു പോകരുത്. ഞാൻ വീണ്ടും ഹാജരാക്കുന്നു ദാവീദിനോട് ചോദിക്കാൻ, ദാവീദ് എന്താ നിന്റെ പ്രോബ്ലം തുടങ്ങി? ദാവീദ് പോലെ എന്റെ പൊന്നു പാസ്റ്റർ അപ്പന്റെ പോലെ ചാടുന്നുണ്ട് കാട്ടില്ല. അതെനിക്ക് വലിയ പ്രോബ്ലം ഒന്നും. കാരണം ഒഴിവ് സമയങ്ങളൊക്കെ ഞാൻ പാട്ടെടുക്കുക. യഹോവയുടെ പാറയുടെ പുറത്ത് കയറിയിരുന്നുകൊണ്ട് ഇന്നലെ വായിച്ചു കൂടി പാട്ട് പാടുക. യഹോവയുടെ സ്വതന്ത്രം. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീട്ടിൽ നിന്നൊരു വിളി. കാര്യം എന്തെന്നറിയാതെ സ്വതന്ത്രം വീട്ടിൽ വന്നപ്പോൾ തലമൂത്ത ചേട്ടന്മാര് പട്ടാളക്കാര് കൈ കൊട്ടിക്കിട്ട് നിൽക്കുക. അവര് നോക്കി നിൽക്കെ ശമൂവേൽ പ്രവാചകൻ തൈലൊപ്പം കൊടുത്തുണ്ട് എന്റെ തലയിൽ ഒഴിച്ചിട്ട് പറഞ്ഞു, ഇവനാണ് ഇസ്രായേലിന്റെ അന്ന് തുടങ്ങിയ പ്രോബ്ലം. വാസ്തവത്തിൽ നമ്മുടെ പ്രശ്നം എന്നെ ആരംഭിച്ചു. ഒന്ന് പുറമുടങ്ങി ചിന്തിച്ചേ. അപ്പനില്ലാത്ത അഭിഷേകം, അമ്മയ്ക്കില്ലാത്ത അഭിഷേകം, ചേട്ടന്മാർക്കില്ലാത്ത അഭിഷേകം, കൂട്ടുവിശ്വാസികൾക്കില്ലാത്ത അഭിഷേകം, കൂട്ടുവേലക്കാർക്കില്ലാത്ത അഭിഷേകം, നേതാക്കന്മാർക്കില്ലാത്ത അഭിഷേകം എന്നും നിന്റെ തലമേൽ വന്നോ, അതിലെന്നും നീ നിയോഗം ഏറ്റെടുത്തോ, ആ നിമിഷം മുതൽ നീ പോരാട്ടത്തിന്റെ നടുവിലാണ്. ഇന്ന് പകൽക്കാലം ആരോടോ പ്രവചനക്കാരൻ ദൂത് പറയുന്നു, നിന്റെ അഭിഷേകത്തിന്റെ വലിപ്പം എത്രയുമുണ്ടോ അത്രയും വലിയ പോരാട്ടം നിനക്കുണ്ട്. ഈ അഭിഷേകത്തിന്റെ പുറകിൽ കൊച്ചൻ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ വല്ലതും വെളിപ്പെട്ടായിരുന്നു. പുള്ളി പറയട്ടെ, മധുദശി ഇവനാണെന്ന് വെളിപ്പെട്ടത് ഇപ്പോഴാ, പിന്നല്ലേ അഭിഷേകം ചെയ്തവർക്കും വെളിപ്പെട്ടില്ല, അഭിഷേകം കിട്ടിയവൻ വെളിപ്പെട്ടില്ല. ഈ അഭിഷേകത്തിന്റെ പുറകിൽ ഇത്രയും പോരാട്ടമുണ്ടെന്ന്, ഇത്രയും കഷ്ടതയുണ്ടെന്ന് ഇന്നവർ ആരോടോ പ്രവചന ശബ്ദമായി പറയുക. നിർബന്ധത്തിന് വഴങ്ങിയ ഈ നേരത്തിൽ നീ ഇറങ്ങിയത്, അവൻ ഇറങ്ങിയവനെ പോലെ നീ ഇടറിപ്പോയവന്, നീ അല്ലെങ്കിൽ മാറിപ്പോയവന്. പക്ഷേ നിന്റെ അസ്ഥിക്കകത്ത് തീ പകർന്നു. ശൗലെതിരായത് നമുക്ക് ന്യായമായി ഉൾക്കൊള്ളാം. ശൗലെതിരായത് നമുക്ക് ന്യായമായി എന്തില്ല.
കാരണം നിലവിൽ സർക്കാരാ. ഒരു രാജാവ് ഇരിക്കുമ്പോൾ വേറൊരു രാജാവിനെ വാഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ പാസ് ഇരിക്കും വേറൊരാളെ വാഴി. എന്റെ പൊന്നോ, പിടി കിട്ടുന്നവർക്കായി സ്വന്തം. അത് ന്യായമായി നമുക്ക് എന്ത് ചെയ്യാം? ആ കഷ്ടതയാണ്. ഭക്തൻ കണ്ണുനീരോട് ഒരിക്കൽ പറഞ്ഞു, എന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു എന്റെ മകൻ എനിക്ക് ശത്രുവായി. സ്വന്തം മകനെ ഭയപ്പെട്ട ഒരപ്പൻ കാട്ടിലൂടെ നടക്കുക. ഒരുപക്ഷെ അതായിരിക്കാൻ കർത്താവ് ഉദ്ദേശിച്ചത്. ഈ നാമനിമിത്തം നിന്റെ വീട്ടുകാർ നിനക്ക് ശത്രുക്കളാണ്. അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടോ ദൈവമക്കൾ? എനിക്കറിയില്ല. ഈ പുസ്തകം എടുത്തോണ്ട് ഇറങ്ങിയത് നിമിത്തം, ഈ സത്യത്തിലും ആത്മാവിലുള്ള ആരാധനയ്ക്ക് വേണ്ടി ഈ സ്റ്റെപ്പ് വെച്ചത് നിമിത്തം നിന്റെ രക്തബന്ധങ്ങൾ നിനക്കെതിരായി മാറിയിട്ടുണ്ടോ? നിന്റെ മക്കൾ നിനക്കെതിരായി മാറിയിട്ടുണ്ടോ? നിന്റെ ഭർത്താവ് നിനക്കെതിരായി മാറിയിട്ടുണ്ടോ? നിന്റെ വീട്ടുകാർ നിനക്ക് ശത്രുക്കളായി മാറിയിട്ടുണ്ടോ? നീ ഭാരപ്പെടേണ്ട. അഭിഷേകം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. നീ അവനെ തിരിച്ച മാർഗം മോശമല്ല, ഇത് ശ്രേഷ്ഠ മാർഗമാണ്. അഭിഷേകമേ തരികയുള്ളൂ. അതിന്റെ പിന്നിലെ കഷ്ടതകളെല്ലാം ദൈവം ചെയ്യും. പക്ഷേ അഭിഷേകം തന്ന ദൈവം ആ കഷ്ടതയെ തരണം ചെയ്യണം. ഓരോ ദിവസവും കൃപമേ കൃപ, കൃപമേ കൃപ ദൈവം തന്നുകൊണ്ടിരിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ വാക്യം ഞാൻ ധരിച്ചു വെച്ചത് ഒരു കൃപ. ശ്രദ്ധിച്ചു, അടുത്ത കൃപ, അടുത്ത കൃപ, അടുത്ത. നമ്മൾ ഈ അരിച്ചാക്കിങ്ങനെ അടുക്കി വെക്കുന്നുണ്ടല്ലോ. ഞാൻ പാവം, ഞാൻ എൻ്റെ ആരംഭത്തിൽ അങ്ങനെ ചിന്തിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയൊക്കെ പലരും ഇങ്ങനെ നോക്കണം. കാരണം ഭയങ്കര കൃപയിലായിരിക്കും. ഇന്നത്തെ കൃപയല്ല, ഇന്നലത്തെ കൃപയല്ല ദൈവം ഇന്ന് തന്നത്. ഇന്നത്തെ കൃപയല്ല നാളെ ദൈവം തരുന്നത്. 2014 അത് കൃപയല്ല 2024 അനുഭവിച്ചത്. 24 പോരാട്ടം, 25 പോരാട്ടത്തിന് അന്നത്തെ കൃപമാണ്. നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഏതാണോ, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പോരാട്ടം ഏതാണോ, അതിനെ തരണം ചെയ്യാം. അന്നിന്റെ കൃപ പകരാ, ശക്തി പകരാ. അവൻ മതിയായ ദൈവമാണ്. വൈകിട്ടത്തിന്റെ ഭാഗം തുടരുന്നു, കൃത്യസമയം നിർത്തും. കാരണം ഇതിന്റെ ഒന്നാം ഭാഗം തന്നെ തീർക്കാൻ പറ്റുകയില്ല. ദാവീദിന് ദൈവം അഭിഷേകമേ കൊടുത്തുള്ളൂ. അഭിഷേകത്തിന്റെ പുറകിലെ കഷ്ടതയാണ്. ഓക്കെ, വെളിവാഴ്ച പ്രസംഗിച്ച് 23-ാം സങ്കീർത്തനം ഞാനിവിടെ ഹാജരാക്കുന്നു. പറഞ്ഞു തന്നെ. അപ്പം മുൻപേ ആര് പോകുന്നു? ഇടയൻ പോകുന്നു. ഇടയന്റെ പിന്നാലെ ഉറക്കെ പറ. ആടിന്റെ പിന്നാലെ ഞാൻ ഇതുപോലെ ഒരു സഭയെ ചോദിച്ചപ്പോൾ അവിടെ ഇരുന്ന് ഒരു കുഞ്ഞ് പറഞ്ഞ ആടിന്റെ പുറകെ പാലാ പാസ്റ്റർ. നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് പറയാം ചെന്നായും കണ്ടിയ. ചെന്നായും കണ്ടിയൊന്നുമല്ല, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും ജീവിതത്തിൽ ഇനി മറക്കരുത്. മുൻപേ ആര് പോന്നു? ഇടയൻ പോന്നു. ഇടയന്റെ പിന്നാലെ, ആടിന്റെ പിന്നാലെ ഉറക്കപ്പറ. മറക്കുമോ? ബൈബിളിലെ ആദ്യത്തെ വാക്യം, ആദ്യം നമ്മുടെ കർത്താവ് പറഞ്ഞു മുൻപേ അവനെ. അപ്പോൾ ഒന്നാം സ്ഥാനം എന്തിനായിരിക്കണം? ദൈവത്തിനായിരിക്കണം, ആത്മീയത്തിനായിരിക്കണം, ഇടയനായിരിക്കണം.
അങ്ങനെയാണെങ്കിൽ ആയുഷ്കാലം മുഴുവൻ നന്മയും കരുണയും നമ്മളെ പിന്തുടർന്നുകൊണ്ടേ. ഇത്രയും ഗ്രഹിച്ചെങ്കിൽ ഒരു അല്ലേലൂയ പറഞ്ഞാൽ. അപ്പൊ ഒന്നാം സ്ഥാനം എന്തിനു കൊടുക്കണം? ഇടയന് കൊടുക്കണം. ഒന്നാം സ്ഥാനം നക്ഷത്രത്തിന് കൊടുക്കണം. നക്ഷത്രം കണ്ടോണ്ടാണ് ഇവരെന്ത് ചെയ്തത്? ഇറങ്ങിയത്. ആരുടെ അടുക്കിലേക്കാ? ഉണ്ണീശ്വരന്റെ അടുക്കിലേക്ക്. ഇവിടെ ശ്രദ്ധിച്ച്, കുറെ കഴിഞ്ഞപ്പോൾ ബുദ്ധി വർക്കൗട്ടായി. ഇറങ്ങിയപ്പോൾ ബുദ്ധി വർക്ക് ചെയ്തില്ല. കുറെ കഴിഞ്ഞപ്പോഴാണ് ബുദ്ധി എന്ത് ചെയ്തത്? നമുക്കും അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബുദ്ധി എന്ത് ചെയ്തത്? മൂത്തതൊരു പെൺകുഞ്ഞാന്നുള്ള കാര്യം ആരും ബുദ്ധി പറഞ്ഞതില്ല. ഈ പെൺപിള്ളേരുണ്ടെങ്കിൽ ഭയങ്കര ഉത്കണ്ഠ ആർക്കാന്നറിയാമോ? അമ്മമാർക്ക്. അപ്പന്മാർക്ക് അത്ര ഉത്കണ്ഠയില്ല. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഈ പറയുന്നത്. ഈ കിട്ടുന്നതെല്ലാം പരിശ്രമം നടത്തി, കൺവെൻഷൻ നടത്തി, വാസം പ്രാർത്ഥന നടത്തി. മൂത്തതൊരു പെൺകുഞ്ഞാകുമല്ല. അപ്പോഴാ എന്റെ ബുദ്ധി വർക്കൗട്ടായി പിടികിട്ടവർക്ക്. വളരെ ലളിതമായി ശ്രദ്ധിച്ച്, മുൻപിൽ ആരാ പോകുന്നത്? ഇടയൻ. മുമ്പിൽ ആരാ നിൽക്കുന്നത്? നക്ഷത്രം. അപ്പൊ ബുദ്ധി വർക്കൗട്ടായി. രാജാവിന്റെ ഒരു കുഞ്ഞൊരിക്കലും വഴിയിലെന്നും അതേ പറഞ്ഞ ബുദ്ധി വർക്കായിരുന്നു. പെന്തക്കോസ്തുകാരുടെ ബുദ്ധി ഇപ്പൊ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. രാജാവിന്റെ ഒരു കുഞ്ഞ് എവിടെ എത്തിയെന്നില്ല, അതെവിടെ ജനിക്കത്തുള്ളൂ. അതുകൊണ്ട് നേരെ നക്ഷത്രത്തിനുള്ള നോട്ടം വിട്ട് എങ്ങോട്ട് കയറി? കൊട്ടാരം. ഇപ്പൊ ആരാ മുമ്പില്? കൊട്ടാരം. ഇവിടെ ശ്രദ്ധിച്ച്, ഇപ്പൊ മുൻപിൽ ആരാ? കൊട്ടാരം. ഇപ്പൊ ആരാ മുമ്പിൽ എന്നറിയാമോ? നന്മയും. മുമ്പിൽ ആരായിരുന്നു? ഇടയനായിരുന്നു. നക്ഷത്രം നേരെ തിരിഞ്ഞു. ഇപ്പൊ മുമ്പിൽ ആരായിരിക്കുന്നത്? നക്ഷത്രം വിട്ടു. ഇപ്പൊ കൊട്ടാരം, നന്മയും. വലിയ മാറ്റം. പിന്മാറ്റത്തിലൊന്നും പോയിട്ടില്ല. പണ്ട് ഇറങ്ങിയപ്പോൾ ഒന്നാം സ്ഥാനം എന്തിനായിരുന്നു? ആത്മീയത്തിനായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഒന്നാം സ്ഥാനം. അതിങ്ങനെ ഭാഷകളില്ല, ലളിതമാക്കി പറയുക. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരാത്ത ഞങ്ങളുടെ ഒരു സഹോദരിയോട് എന്റെ ഭാര്യ വിളിച്ചു, സിസ്റ്റർ ഇപ്പൊ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കൊന്നും, കാരണം സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ വരാതിരുന്നാൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഭാഷഭാര്യയാണ്. സഭ ഉണ്ടായ പിന്നെ ഇന്ന് വരെ വെള്ളിയാഴ്ച പ്രാർത്ഥന കാണാത്ത ഒരാളോട് ചോദിക്കണം. പിടികിട്ടിയവർ കാഴ്ച വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ആന്റി, ഞങ്ങളുടെ ആ ലൈനില് ഗ്യാസ് വരുന്നത് ആ വെള്ളിയാഴ്ച. അപ്പൊ മടങ്ങിപ്പോയാൽ പിന്നെ കിട്ടാൻ കർത്താവിന്റെ വരവ് താമസിച്ചാൽ പിന്നെ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച എന്ത് ചെയ്യാം? പക്ഷേ ഇത് പോയാൽ. അപ്പോൾ ഈ സഹോദരി കൃപയിൽ വന്നപ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു കട്ടൻ ചായ ഇട്ട് തരുന്നത് ഓലക്കൊടി വെച്ചാണ്. ഓലക്കൊടി എന്ന് പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഓലക്കൊടി വെച്ച് ഓലക്കാല് വെച്ച് കാപ്പി അനത്തിയ സഹോദരൻ എന്ത് കയറി? അപ്പൊ എന്ത് മുടങ്ങി? കുടി കിട്ടിയ ഒരാമയും പറഞ്ഞു ഇങ്ങനെ വിട്ടുന്നു. തുറക്കം പറയാം. സ്തോത്രം. ഞാനൊരു പഴയ സഭയുടെ പാസ്റ്റായിട്ടിരിക്കുമ്പോൾ ഒരു അപ്പച്ചനോട് ഞാൻ ചോദിച്ചു, അപ്പച്ച ഇപ്പൊ രാത്രിയോട്ടൊന്നും കാണുന്നില്ല. 3 സെൻട്രൽ പാസ്റ്റർമാർ അമ്മായിയല്ല. അപ്പാട് നിസാരക്കാരനല്ല, പഴയ കുട്ടിയ. അത്ര അപ്പച്ചനും അല്ല. പിന്നെ ബഹുമാന നിമിത്തം നമ്മൾ എന്ത് ചെയ്യുന്ന. അപ്പൊ ഈ മകന്റെ മകൻ അടുത്ത് നിൽപ്പുണ്ട്. അവന്റെ തോളെ പിടിച്ചോണ്ട് പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്റർ, ഈ ചെറുക്കനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ടോർച്ചൊന്ന് കുത്തിവെക്കടാ. അവൻ എന്ത് ചെയ്തില്ല. അപ്പൊ മോൻ ഗൾഫിൽ നിന്ന് കൊണ്ടുകൊടുത്ത സാനിയ ടോർച്ച്, ഇലക്ട്രിക് ടോർച്ച് എന്ത് ചെയ്തില്ല. അതുകൊണ്ട് എന്ത് മുടങ്ങി? ഉറക്കപ്പറ. പുള്ളിക്ക് സമയം കൊടുക്കുമ്പോൾ പുള്ളി പറയും, ഞങ്ങൾ ഇറങ്ങിയ കാലഘട്ടത്തിൽ വീശിക്കൊണ്ടാകണം. അപ്പൊ വീശിയ എന്താ മക്കളെ?
അപ്പൊ വീശുന്ന കൈക്കകത്ത് എന്ത് കേറി? അപ്പൊ എന്ത് മുടങ്ങി? സഹോദര സഹോദരി, ദൈവാത്മാവിൽ ഒരു ഊന്നിയം പറയാം. അഭിഷേകന്മാരെ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതൊന്നും ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ നമുക്ക് സ്വപ്നം പോലും കാണാൻ അത് കഴിയാത്ത ഒന്നായിരുന്നു. പക്ഷേ അന്ന് നമ്മുടെ കൈമുതലായിരുന്നത് ഉപവാസമായിരുന്നു, പ്രാർത്ഥനയായിരുന്നു, ആരാധനയായിരുന്നു, അഭിഷേകമായിരുന്നു, ദർശനമായിരുന്നു, അങ്ങനെ വേർപാടായിരുന്നു. ഇന്ന് പകൽക്കാല ദൈവസഭ മടങ്ങി വരാൻ അവൻ ദൈവാത്മാവ് ദൂതനായി മാറുകയാണ്. അന്ന് നമ്മുടെ മുൻപിൽ നിന്നത് എന്തായിരുന്നു? ആത്മീയമായിരുന്നു. ഹലോ, ഇപ്പോഴോ? ഇപ്പൊ മുമ്പിൽ നിൽക്കുന്നത് ഇടയൻ ഇവിടെ പോയി, 3-ാം സ്ഥാനത്തേക്ക് പോയി. നക്ഷത്രം എവിടേക്ക് പോയി? ഹലോ, ഇപ്പൊ ഒന്നുകൂടെ ലളിതമാക്കി പറയാം, നിങ്ങൾക്ക് ചിലർ കൂടി കിട്ടുന്നില്ലല്ലോ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഉറക്കെ പറ. ദേഹം. നിങ്ങൾ അങ്ങനെ പറയത്തുള്ളതെന്ന് എനിക്കറിയാം. അടിമാലിക്കാരല്ല, അടൂരുകാരോട് ചോദിച്ചാൽ ഇതേ പറയത്തുള്ളൂ. ഏത് ഉപദേശം ചോദിച്ചാലും പറയും ദേഹം. ആത്മാവിന് എത്ര സ്ഥാനമാണ് ഭാഷ? 3-ാം സ്ഥാനം. ബൈബിളിൽ എത്ര സ്ഥാനമാണെന്ന് അറിയാമോ? 1-ാം സ്ഥാനം. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും അശേഷം അനന്യമാവണം. ബൈബിളിൽ 1-ാം സ്ഥാനമാണ്. നമ്മൾ പറയുന്നത് എത്ര സ്ഥാനമാണ്? ഇത് എവിടെ വെച്ച് തിരിഞ്ഞെന്ന് അറിയത്തില്ല. കേരളത്തിലെ സകല പെന്തക്കോസ്തുകാര് പറയുന്നത് ദേഹം, ദേഹി. മടങ്ങി വന്നേ പറ്റൂ, മടങ്ങി വന്നേ പറ്റൂ. ജീവിതത്തിന്റെ പ്രയോറിറ്റി ആത്മീയമാകട്ടെ. ഇടയനായിരിക്കട്ടെ 1-ാം സ്ഥാനം, ആത്മീയത്തിലായിരിക്കട്ടെ 1-ാം സ്ഥാനം. ഇന്ന് പകൽക്കാലം മടങ്ങി വരാ. ഈ പ്രാർത്ഥന ദൈവാത്മാവ് ഒരിക്കലും അതിനു വേണ്ടിയോ? സ്തോത്രം. നമുക്ക് എവിടെയൊക്കെയോ പിഴച്ചു. എന്നോട് പിണങ്ങരുത്. ഇന്ന് നമ്മളെ അറിയാതെ കൊണ്ട് ഭൗതിക മണ്ഡലത്തിൽ കൊണ്ട് എന്ത് ചെയ്തു? ശത്രു കെട്ടി. ഹലോ, നമ്മൾ പാടിക്കൊണ്ടിറങ്ങി പണ്ണെ പ്രതി സ്തോത്രം. കൊണ്ടൊന്നും കിടക്കുന്നില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു, കയറിക്കിടക്കാൻ ഇടമില്ലായിരുന്നു. ചോർന്നൊളിക്കുന്ന പരത്തറയ്ക്കകത്തിരുന്ന് ആത്മാവിൽ ആരാധിച്ച ഒരു കാലഘട്ടം ദൈവസഭയ്ക്കുണ്ട്. അല്ലെങ്കിൽ വാടക വീട്ടിൽ മാറി എത്തിക്കാനക്കുറയുള്ള ദൈവമക്കളിൽ 3 പേര് അവശേഷിച്ചപ്പോൾ അവർക്ക് ആരാധനയ്ക്ക് ഒരു ഇടമില്ലാതെ വന്നിട്ട് ഒരു ഞായറാഴ്ച ഓട്ടോറിക്ഷ വാടകയ്ക്കെടുത്ത് അതിനകത്ത് അവർ ആരാധന നടത്തി. നിങ്ങൾക്ക് അതിന്റെ ഗൗരവം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ആ സഹോദരങ്ങൾ ഇത് പറയുമ്പോൾ കണ്ണെന്ന് പറഞ്ഞാൽ പറയുന്നത് ആരാധനയ്ക്ക് വേണ്ടിയുള്ള കൊതിയാണ് അവരെ യേശുവിനെ വെച്ചാൽ മതി കേട്ടോ. ബാക്കിയെല്ലാം മനോഹരമായ സംവിധാനങ്ങൾ. പക്ഷേ അന്നത്തെ ആരാധന ഇന്നില്ല, അന്നത്തെ ആത്മനാമം ഇന്നില്ല, അന്നത്തെ അഭിഷേകം ഇന്നില്ല, അന്നത്തെ ദൈവസ്നേഹം ഇന്നില്ല. ദൈവം തന്നെ മക്കളെ അനുഗ്രഹിച്ചു. അതൊരു പരമാർത്ഥമാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ എഴുന്നേറ്റ് പറഞ്ഞു കർത്താവ് ഞങ്ങളെ നീട്ടൊക്കെ പെന്തക്കോസ്തുകാരെ പോലെ വലിച്ചു നീട്ടാൻ കഴിവുള്ളവർ കർത്താവെന്ന് പറഞ്ഞാൽ മതി. എന്നാലും നമ്മൾ ഉദ്ദേശിച്ചല്ലോ നീട്ടുള്ളൂ. 5 മിനിറ്റ് ഒക്കെ നീട്ടും. എന്തിനാ ഇതിന്റെ ആവശ്യം? അനുഗ്രഹിച്ചു. എന്തോ അനുഗ്രഹം നൽകാമോ? 1 നില 2 നിലയായി, ഒരു കാറ്. പണങ്ങരുത്. സ്തോത്രം. 2-ാം നിർദ്ദേശം പറഞ്ഞാൽ ഞാൻ എന്ത് തുടുക്കുമെന്ന് ഓർത്താണ്. ഇപ്പൊ ഏത് അലമാരിക്കകത്തോട്ട് നോക്കി ഇപ്പൊ കർത്താവ് ഏതാണ്? ഹലോ, തുണിക്കടയിൽ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പൊ തുണി. ഇത് ആയുസിൽ ഇന്ന് വെളിച്ചം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം തമ്പരാൻ പറഞ്ഞു വെള്ളം കയറിക്കോട്ടെന്നോ. ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഭൗതിക നേട്ടമാണെന്നാണ് നമ്മൾ ഉപദേശിക്കാൻ അങ്ങനെ പഠിപ്പിച്ചു വെച്ചു. ഇതൊക്കെ രക്തം വെള്ളമാക്കി കിട്ടിയത്. ഈ
ഈ മലമടക്കിലൂടെ ഒക്കെ നടന്ന് രക്തം വെള്ളമാക്കിയ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കൈ നനയാതെ നന്മ ഉണ്ടാക്കിയത് ആരെന്നറിയാമോ? ഞാൻ നാടൻ ഭാഷയില്ല. കൈ നനയാതെ മീനെ പിടിച്ചത് ഇസ്രായേൽ മക്കളാണ്. ഒരു അല്ലലുമില്ല, അലച്ചിലുമില്ല. അവർ ചോദിച്ചു, മരുഭൂമിയിൽ ഞങ്ങൾക്ക് വെള്ളം തരാൻ ദൈവത്തിന് കഴിയുമോ? ദൈവം തരാൻ പറഞ്ഞു, കൊടുക്കടാന്ന് പറഞ്ഞു, കുടിപ്പിക്കടാന്ന് പറഞ്ഞു. അച്ഛാ, തീക്കൽ പാറയിൽ നിന്ന് ഒഴുകേണ്ടത് എന്താ? ചുട്ട് പഴുത്ത തിളച്ച് മറിയുന്ന ലാവയാ ഒഴുകി വരേണ്ടത്. ചൂടുവെള്ളമാ ഒഴുകി. പക്ഷെ പാളയത്തിനകത്ത് വന്നത് കൂൾ ഡ്രിങ്ക്സാണ്. അപ്പൊ തീക്കൽ പാറയിൽ നിന്ന് കൂൾ ഡ്രിങ്ക്സ് കൊടുത്തവരാണ്. ഈ വെള്ളം വയറ് നിറച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചോദിക്കുന്നത്, വെള്ളം തന്ന ദൈവത്തിന് അപ്പം തരാൻ സ്വതന്ത്രം. അപ്പൊ ദൈവം തമ്പരാൻ പറഞ്ഞാടാ കൊടുക്കാൻ പറഞ്ഞു. ഇവന്മാരിത് വെറുക്കി ഇടിച്ച് പൊടിച്ച് ദോശ ഉണ്ടാക്കിയിട്ട് വരുന്ന പറഞ്ഞറിയാമോ? തേൻ കൂട്ടിയ ഉറക്കെ പറ. പാലും തേൻ ഒഴുകുന്നത് ചെന്നില്ല. മരുഭൂമിയിൽ വെച്ച് തന്നെ ഇവര് വായിക്കാത്ത തേന്റെ രുചി കയറി. തേൻ കൂട്ടിയ ദോശ പോലെ. അച്ഛാ, സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് ശക്തന്മാരുടെ അപ്പം, സ്വർഗീയ ഭോജനം. എന്റെ ദൈവമേ, ദൈവം തമ്പുരാൻ വയറ് നിറച്ചുമാർക്ക് കൊടുത്തു. അത് ഒരു ദിവസത്തേക്കല്ല, 40 വർഷത്തേക്കാ. ഹലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? എത്ര കണ്ടെയ്നർ ലോറി വേണം ഇത് കൊണ്ടു നടക്കണേ? തമ്പുരാന്റെ ആ ഭവിഷ്യം നോക്കി. ഇത് തിന്നോണ്ടിരിക്കുമ്പോൾ അവർ ചോദിക്കുക, അപ്പം തന്ന ദൈവത്തിന് നമ്മൾ ആരെങ്കിലും കൊടുത്താൽ? തമ്പുരാൻ കൊടുത്തത് ഏറ്റവും സുപ്രസാദനം എന്തുവാ? ഉറക്കപ്പറ. 1000 കോഴി സമം അരക്കാട. 2024 കാട കഴിച്ചവർ കൈ നോക്കി. കാട എന്റെ ദൈവമേ. നമ്മളവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇതിന്റെ വില ചോദിച്ചപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന ബോയിലർ കോഴിയെ പൊക്കിക്കൊണ്ട് പോയിരുന്നു. ഈ കുരിയിലെ ഉള്ളിരിക്കുന്ന ഈ സാധനം എന്നെ പ്രോട്ടീനുള്ള സാധനം എന്നറിയാമോ? ഹലോ, കുഞ്ഞാലക്കുടയിൽ ഒരു കോഴിക്കഴിയുടെ വാദത്തിൽ അവൻ എഴുതി വെച്ചിരിക്കുക, ഞെട്ടിപ്പോയി. 600,000 ഇസ്രായേൽ മക്കളെ പോഷിപ്പിച്ച കാട കഴിപ്പി. അവനത് ബിസിനസ്സാക്കി മാറ്റി. ഇത്രയും പ്രോട്ടീനുള്ള, കൊളസ്ട്രോൾ ഇല്ലാത്ത ഒരു സ്വതന്ത്രം മീറ്റ് ഉണ്ടെങ്കിൽ എന്തേ ഉള്ളുന്ന? പക്ഷെ ഇതെല്ലാം മാത്രം ഉള്ളൂന്നുള്ളതാണ് സത്യം. ഹലോ, നമ്മുടെ ആളുകൾക്ക് ഇത് തികയത്തില്ല. അതുകൊണ്ടാണ് ഈ ബോയിലറെ പിടിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് അതിന്റെ മുട്ട കണ്ടിട്ടുണ്ടോ? ഒരു ഓംപ്ലേറ്റിന് പോലും. പക്ഷെ എന്തൊരു പ്രോട്ടീനാണെന്നുള്ളത്. അതുകൊണ്ട് നാളെ തൊട്ട് എല്ലാവരും കാടയ്ക്ക് യൂണിക്കരുത്. സ്വന്തം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാടയിറച്ചി ഇവന്മാര് കഴിച്ച് എങ്ങനെ കഴിക്കുന്നറിയാമോ? ബൈബിളിലെ വാക്യമാണ്. മൂക്കിന് ചാടുന്നത് എന്നോ തീറ്റിയാതില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കടിച്ച് പറിച്ച് തിന്നോണ്ടിരുന്നപ്പോ തുമ്മിക്കാണ് എതിരെ ചാടി. വായിക്കൂടെ തിന്നത് കൂടാതെ ഇത് തിന്നോണ്ടിരിക്കുമ്പോഴും ഇവര് പുറപ്പെടുക്കുക. ഇതെല്ലാം കിട്ടുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച്, എത്ര ദിവസത്തേക്കാ? 40 വർഷം. സങ്കീർത്തനക്കാരൻ ദൈവാത്മാവിനെ എഴുതി വെച്ചു. തമ്പുരാൻ പറഞ്ഞ ദൂത്, 40 വർഷം എനിക്ക് തലമുറയോടെ. അപ്പൊ ഈ വെള്ളം കൊടുക്കുമ്പോഴും അപ്പം കൊടുക്കുമ്പോഴും ഇറച്ചി കൊടുക്കുമ്പോഴും പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണ് കൊടുക്കുമ്പോഴും കാലിൽ ചെരുപ്പ് തേയാതിരിക്കുമ്പോഴും വസ്ത്രം ജീർണിക്കാതിരിക്കുമ്പോഴും സ്വർഗത്തിൽ ദൈവം തമ്പുരാൻ പറയുകയാ, എനിക്ക് ഈ തലമുറയോട് 40 വർഷം, ഒരു ദിവസമല്ല 40 വർഷവും എനിക്ക് തലമുറയോട്. ഞാൻ ദൈവമക്കളോട് ചോദിക്കാം. ഇവിടെ പാസ്റ്റർമാർ നല്ല ശതമാനമുണ്ടല്ലോ, ഞാനും പാസ്റ്റർ. ശ്രദ്ധിച്ച്, നമ്മുടെ വിശ്വാസികൾക്ക് നമ്മളോടൊരു നീരസം ഉണ്ടെന്നിരിക്കട്ടെ. എന്റെ സഭയിലെ 100% ആളുകൾ തന്നെ ഇഷ്ടം
ധരിക്കുന്നില്ല. അങ്ങനെ ധരിച്ചാൽ ഞാൻ പൊട്ടലാണ്. വെളുക്ക ചിരിച്ചും കാണിക്കും, അകത്തെ പല്ലിട്ട് എന്ത് ചെയ്യും? അരി ആട്ടുന്ന പോലെ അരച്ചരച്ച് പലതരം തേടി വരിക. കാരണം സഹിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഭാഷയ്ക്ക് എന്തോത്തിന്റെ കുറവാണ്. ഞാൻ ചെന്ന ഒരു മോൾ അമേരിക്ക, ഒരു മോൻ അയർലൻഡ്, ഒരു മോൻ UK. നിങ്ങൾ സ്വന്തം പറയാം. ദൈവമേ, ഇത് ലൈവ് പോകുന്നോണ്ടാ സ്വോത്രം പറഞ്ഞ കാട്ടിയ ഇങ്ങനെയുള്ള യോഗങ്ങൾക്ക് ലൈവ് വിടരുത്. മാത്രം കാരണം ചിലതൊക്കെ പൊളിച്ചടുക്കണം. സ്വോത്രം ഇവിടെ ശ്രദ്ധിച്ച് നമ്മെ ഉപദേശിയോട് ഒരു നീരസം തോന്നിയാൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ദശാംശം കൊടുക്കൂ. ഉപദേശിയെ കാണുമ്പം, വീട്ടിൽ വരുമ്പം എങ്ങനെയൊക്കെ എവിടെ ചെല്ലാം അത് പ്രകടിപ്പിക്കാമോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും. ചില അമ്മമാർ പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് മോന്തയിൽ വരച്ചു കാണിക്കും. ആ മോന്തയിൽ വെച്ചുകൊണ്ട് ഫ്രണ്ടിൽ വന്നിരുന്ന ഉപദേശിയുടെ ആ ഞായറാഴ്ചത്തെ പ്രസംഗം പോകും. രാത്രി വെളുപ്പോളം വൃത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൂത് ഒരുക്കിക്കൊണ്ട് അഭിഷേകം ഞായറാഴ്ച കയറി വന്നിരിക്കുന്നത് ആ മോന്ത കണ്ടാലുള്ള ദൂതല്ല. കാരണം എങ്ങനെല്ലാം പ്രകടിപ്പിക്കാമോ അങ്ങനെല്ലാം ചെയ്യും. ഞാൻ എന്റെ ദൈവത്തോട് വെച്ചു, ദൈവമേ 40 വർഷം അങ്ങനെ ഹൃദയത്തിൽ തന്മതയോട് നീരസം ഉണ്ടായിട്ടും ഒറ്റ ദിവസം പോലും മണ്ണം മുടക്കിയില്ലല്ലോ, ഈ ഇറച്ചി മുടക്കിയില്ലല്ലോ, ഇവരുടെ സംരക്ഷണം പിൻവലിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ദൈവം എന്നോട് പോലെ നിനക്ക് മക്കൾ പോകുന്നില്ലേ, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തില്ലേ, അവർക്ക് വസ്ത്രം മേടിച്ചു കൊടുത്തില്ലേ, അവർക്ക് സംരക്ഷണം കൊടുത്തില്ലേ, അവരുടെ ഭാവിക്ക് വേണ്ടി കരുതിയില്ല. ഇവർ 100% എന്നെ അനുസരിച്ചതുകൊണ്ടോ ബഹുമാനിച്ചതുകൊണ്ടാണോ നീ ഇത് ചെയ്തത്? ഞാൻ പറഞ്ഞല്ല, ഒരപ്പന്റെ കടമയാണ് ഞാൻ ചെയ്തത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഭയങ്കര നിനക്ക് എന്തെങ്കിലും ദൈവം ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അപ്പന്റെ കടമയാണ്. നിന്റെ ആത്മീയതയുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, നിന്റെ പ്രാർത്ഥനയുടെ ആഴം കൊണ്ടല്ല, നിന്റെ വിശുദ്ധിയുടെ മഹിമ കൊണ്ടല്ല, വിളിച്ചിറങ്ങിയ അപ്പന്റെ കടമയാണ്. എന്തെങ്കിലും ഭൗതിക നന്മയുണ്ടെങ്കിൽ അത് അനുഭവിച്ച് സ്തോത്രം പറഞ്ഞോണം. പക്ഷെ തികഞ്ഞെന്നൊരു തോന്നല് വരരുത്. മറ്റുള്ളവരെക്കാൾ ഞാനെന്തോ വലുതാണെന്നൊരു തോന്നല് വരരുത്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് തൊട്ട് തൂതുകയും മാറുക. ദൈവം തന്ന നന്മകൾക്ക് സ്തോത്രം പറ. ദാരിദ്ര്യം അനുഭവിക്കുന്ന ദൈവമക്കളെല്ലാം ശാപത്തിന്റെ കീഴിലാണ് പറഞ്ഞു പിടിപ്പിക്കുന്ന പുള്ളികളുടെ അവസ്ഥ നോക്കുന്നത്. ദൈവമക്കളെ, ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. എന്തെങ്കിലും ദൈവം ധാരാളമായി അനുഭവിക്കാൻ തരുന്നെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞോണം. ദൈവത്തിന് നന്ദി പറഞ്ഞോണം. ഇന്ന് പോയക്കാലം ഇതുപോലെ ഗ്രഹിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ആ ഒന്നാം ഭാഗം അവസാനിപ്പിക്കും. ശ്രദ്ധിച്ച്, മുൻപ് ആര് പോകുന്നു? ഇടയിൽ പോകുന്നു. മുൻപിൽ ആരാ നിൽക്കുന്നത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും എങ്ങോട്ട് തിരിയരുത്. ഉറക്കെ പറ. ഹലോ, നിന്റെ ലക്ഷ്യം ഭൗതികമല്ല, നിന്റെ ലക്ഷ്യം നിത്യതയാണ്. എന്റെ കർത്താവ് എന്താ പറഞ്ഞെന്നറിയുമോ? ഫോളോ മീ. എന്നെ പത്രോസ് അതൊന്നുകൂടെ ക്ലിയർ ചെയ്ത് പറഞ്ഞു. നമുക്ക് ഒരു മാതൃക വെച്ചേച്ച്, എന്തൊരു പദമെന്ന് നോക്കി, ഒരേ ഒരു മാതൃക, വേറെ 1.5 മാതൃകയില്ല, ഒറ്റ മാതൃക, ഒരേ ഒരു മാതൃക പുരുഷൻ. അവന്റെ കാഴ്ചപ്പാടുകളെ പിൻപറ്റാൻ നമുക്ക് അവൻ മാതൃക കാണിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ റോൾ മോഡൽ മക്കളെ യേശു അല്ലാതെ കാര്യമല്ല. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒറ്റ മാതൃക, ഒരേ ഒരു മാതൃക, അവന്റെ കാഴ്ചപ്പാടുകളെ നമ്മൾ പിന്തുടരേണ്ടത്. പറഞ്ഞത് എന്റെ പിന്നാലെ
ശ്രദ്ധിച്ചാട്ടെ, ഇടയൻ മുൻപേ പോകുന്നു, ഇടയന്റെ പിന്നാലെ ആട് പോകും. ഇനി എന്റെ കൂടെ നിങ്ങൾ വരും പ്ലീസ്. ഈ മുൻപേ പോകുന്ന ആട് പുറകെ വരുന്ന ആടിനോട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഹലോ ഒരു വാക്കിലെങ്കിലും പറഞ്ഞു ഈ യാത്രയിൽ ഒരു കൂരിട്ടുണ്ടെന്ന്, മരണനിഴലിൽ താഴ്വരയുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നേ അടിമാലി പഞ്ചായത്തിൽ കാണും. പഞ്ചായത്തിൽ പോലും നിൽക്കത്തില്ല. ഈ കാഴ്ചയോട് പിന്തുടർന്നാൽ കഷ്ടതയുണ്ട്, മരണനിഴലിൽ താഴ്വര ഉണ്ടെന്ന് കർത്താവ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എത്ര പേര് ഇതിനകത്ത് കണ്ടേനെ. നിങ്ങൾ ആടിനെ വളർത്താറില്ല, ആടിനെ വളർത്തുന്നവരായിരുന്നു. വേറെ ആരുമില്ലേ? എൻ്റെ അമ്മ ആടിനെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് പഠിച്ചൊരു പാഠമാണ്. ഇത്ര പേടിയുള്ള ഒരു ജീവി, ഈ ഉലകത്തിൽ ആടിനെ പോലെ ഭയമുള്ള ഒരു ജീവി വേറെ വളർത്തുന്നുണ്ട്. രാവിലെ തൊഴുത്തിൽ നിന്നുകൊണ്ട് അയച്ചോണ്ടിരിക്കുക, കാര്യം പിടിച്ച് വലിച്ചോണ്ടിരിക്കുക. അപ്പൊ ഒരു ചെറിയ തടത്തിനകത്ത് തലേ രാത്രിയിൽ പെയ്ത മഴവെള്ളം കിടക്കുക. ഇവൻ അവിടെ ബ്രേക്കും, കണ്ടുണ്ടോ? ഇവൻ അവിടെ ബ്രേക്കും, അവനത് വേമ്പനാട് കായൽ പോലാ തോന്നുന്നത്. ഇനി നമ്മൾ കഴുത്തെ പിടിച്ചങ്ങ് വലിക്കാന്നിരിക്കട്ടെ, ഇതേക്കൊണ്ട് നോക്കി വെള്ളത്തിൽ ഇതിനകത്തൊക്കെ ചില ആട് വെള്ളം കണ്ടിട്ട് പേടിച്ച് നിൽക്കുന്നെന്ന് ആത്മാവ് പറയുന്നു. മാത്രം ഈ ആടിനോട് പറയുക, നമ്മുടെ യാത്രയിൽ ഒരു കൂരിട്ടു, മരണനിഴലിൽ ഇടയൻ മിണ്ടിയില്ല. ഇടയൻ എന്നെ പിൻഗമിക്കാനേ പറഞ്ഞുള്ളൂ. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, ആ കേൾക്കുന്നവർ എന്നെ പിന്തുടരും. ഇടയന്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം എന്താ? നീ ആത്മീയത്തിലാണ് നിൽക്കുന്നെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണെന്നറിയാമോ? നിന്റെ ജീവിതത്തിൽ അവൻ അനുവദിക്കുന്ന കൂരിട്ട്. മറ്റാർക്കുമില്ലാത്ത വേദന നിനക്കുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത കൂരിട്ട് നിനക്കുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത മരണത്തിൽ താഴ്വര നിന്നെ പിന്തുടരുന്നുണ്ടെങ്കിൽ നീ ഓർത്തോളം, അവൻ നീ ദൈവകൃപയിലാണ്, നീ ഇടയന്റെ പിന്നാലെയാണ്, നീ ആത്മീയത്തിലാണ്. ചില സംശയങ്ങൾക്ക് ഉത്തരമായി ഞാൻ വിശ്വസിക്കുക. പലപ്പോഴും ഞാൻ അറിയാതെ ചോദിക്കും, കർത്താവേ നീ എന്നെ കൈവിട്ടതാണ്. എന്റെ ജീവിതത്തിന്റെ കൂരിട്ടിന്റെ വേളയിൽ ദൈവം എന്നോട് സംസാരിച്ച വചനത്തിന്റെ വെളിപ്പാടാണ് ഞാൻ കൈമാറുന്നത്. ദൈവാത്മാവനോട് പറഞ്ഞില്ല, മകനെ, അവൻ ഈ കൂരിട്ടിന്റെ നടുവിൽ നിനക്ക് എന്നെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അവൻ എന്റെ സാന്നിധ്യം എന്റെ മുമ്പിലുണ്ട്. ഇടയന്റെ ശബ്ദം നീ കേൾക്കുന്നില്ല, ഇടയനെ കാണുന്നില്ല. അവന്റെ കാൽപെരുമാറ്റം പോലും നിന്റെ കാതുകളിൽ കേൾക്കുന്നില്ല. അഭിഷേകനെ ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് കയറിയിട്ട് തൂത് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും യഹോവയുടെ അരുളപ്പാട് ഏലിയാവിൽ ഉണ്ടായിരുന്നെന്നാ, നീ ഇവിടെ നിന്ന് നീണം. ശ്രദ്ധിച്ച്, പിന്നെ കെരീത്തോട്ടിൽ ദൈവത്തിന്റെ ശബ്ദം കൊണ്ടോ. കൊട്ടാരത്തിൽ മുഴങ്ങിയ ദൈവശബ്ദം നിലച്ചു. ന്യായമായ നിലയിൽ ഏലിയാവിന് വേണമെന്ന് ചോദിക്കാൻ ദൈവമേ, കൊട്ടാരത്തിൽ രാജാവിന്റെ മുഖത്ത് നോക്കി തൂത് പറയാ, അരുളപ്പാട് പറയാ, എന്റെ കാതുകളിൽ മുഴങ്ങിയ ദൈവശബ്ദം എവിടെ? ദൈവാത്മാവ് വെളിപ്പാടിയാൻ പറയാ, അവന്റെ പ്രത്യക്ഷമായ ശബ്ദം നീ കേൾക്കുന്നില്ലെങ്കിൽ കാലത്തും വൈകിട്ടും നിന്റെ അടുക്കൽ വരുന്ന ആ
അവസാനിപ്പിക്കുക. എനിക്കറിയാം നിറഞ്ഞ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. പാട്ട് പാടാതെ ആത്മാവിലാകാൻ കഴിയും. ഒരു ദൈവദാസന്റെ അകമ്പടിയില്ലെങ്കിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയും. എന്നും കൂരിട്ടല്ല നിന്റെ തലയ്ക്ക് വീണ നീതി സൂര്യൻ ഉദിച്ചുയരും. കൂരിട്ട് മാറും നിന്റെ ശത്രുക്കൾ നോക്കി നിന്നെ നിന്റെ തലവണ്ണെണ്ണ തലയെണ്ണോട് അഭിഷേകം ചെയ്യുന്ന അരുളപ്പാടെ കൈമാറുകയുള്ളൂ. 40 പേര് കൊല്ലാനിരിക്കുന്ന കാര്യം കർത്താവ് ചെയ്തില്ല. നമ്മൾ അവിടുന്ന് പോകുന്നത് രാത്രി ബാക്കി പറയും. എല്ലാവരും വരണം, വരുമോ? ഇനി എന്തെല്ലാം സംഭവം നടക്കുന്നതെന്നറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിനക്ക് കിട്ടുന്നില്ല. ഞാൻ വലിയ ആത്മാർത്ഥമാണ്. നിങ്ങൾ മിസ് ചെയ്യും. എന്ത് ത്യാഗം സഹിച്ചാലും വളരെ വിലപ്പെട്ട കുറെ കനം പിടിച്ച കുറെ ദൂതുകളുണ്ട്. ഒരാളെ കൊല്ലാൻ 40 പേര് വേണം. അതാ ഭക്തൻ പറഞ്ഞത്, ഒരു സൈന്യം എന്റെ നേരെ. അതാ ഭക്തൻ പറഞ്ഞ പടക്കൂട്ടങ്ങൾ, പടയല്ല. അഭിഷേകം എത്ര വലുതാണ്, ദർശനം എത്ര വലുതാണ്, സ്വപ്നം എത്ര